unending devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിനെ അഭിമുഖീകരിക്കാറുണ്ട്. ചിലർ വിചാരിക്കും ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ട്, ചിലർ വിചാരിക്കും എൻ്റെ വിധിയാണ്, ചിലർ വിചാരിക്കും കർത്താവ് എന്നെ ഭയങ്കര കാര്യത്തിനായിട്ട് ഒരുക്കിയെടുക്കുക, കർത്താവ് എന്നെ ഡിസിപ്ലിൻ ചെയ്യുക. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ നാം നമ്മെ മനസ്സിലാക്കണം. കർത്താവ് പടകിൽ ഉറങ്ങിക്കിടന്ന് കർത്താവിനെ വിളിച്ചെഴുന്നേപ്പിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? കർത്താവ് കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു. പിന്നെ കർത്താവ് ചോദിച്ചു, വീരുക്കളെ നിങ്ങൾ എന്ത് വിശ്വസിക്കാതിരുന്നു? എന്നാൽ പിന്നെ ശിഷ്യന്മാർ മാത്രം ഒരിക്കൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് കടലിന് മേൽ, വെള്ളത്തിന് മേൽ നടന്നു വരിക. അങ്ങനെ നടന്നു വന്നപ്പോ അവിടെ കർത്താവ് കാറ്റിനെയോ വെള്ളത്തെയോ ശാസിച്ചു എന്ന് കാണുന്നേ ഇല്ല. പക്ഷെ കർത്താവ് അവരെ ശാസിച്ചു. കർത്താവ്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കർത്താവിന് ഇന്ന് സംസാരിക്കാനുള്ള നമ്മുടെ വിഷയങ്ങളോടല്ല, നമ്മോടാണ്. നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന വ്യക്തികളോടല്ല കർത്താവിന് സംസാരിക്കാനുള്ളത്, നമ്മോടാണ്. ഹല്ലേലൂയ. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന വിശ്വാസ വീരന്മാരായിട്ട്, ആ പ്രതിസന്ധികളെ പ്രതിസന്ധി അല്ലാതെ കാണുന്ന മാനസിക ഒരു അവസ്ഥയിലേക്കായി തീരുവാൻ, അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അതായത് നാം കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ വചനത്തിന് കീഴ്പ്പെടും. അതായത് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവവചനത്തോടുള്ള അനുസരണത്താൽ സാഹചര്യങ്ങളെ കീഴടക്കുന്നവരായി, ഭരിക്കുന്നവരായി, വാഴുന്നവരായി മാറാം. ആമേൻ. ഗോഡ് ബ്ലസ് യു.